എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ എപ്പോഴാണ് ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ അലോട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ചോദിക്കുന്ന കാര്യമാണ്. നിലവിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി അലോട്ട്മെൻറ്റിലേക്കുള്ള പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. നിലവിൽ ഫറൂഖ് കോളേജ് ഈ ഒരു ഡിഗ്രി പ്രവേശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് ആയിട്ടുള്ള കോളേജാണ്. ഓട്ടോണോമസ് കോളേജ് എന്താണെന്ന് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അതായത് സ്വയം ഭരണാധികാരമുള്ള കോളേജാണ്. നിങ്ങൾ മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്തേത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കോളേജിനൊക്കെ സ്വയം ഭരണാധികാരമുള്ള കോളേജാണ്. അതായത് സ്വയം ഭരണാധികാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സുകൾ നടത്തുന്നത് ഈ ഒരു കോളേജുകൾ തന്നെയാണ്. നിങ്ങൾ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ നിരവധി കോളേജുകൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു കോളേജുകളിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളൊക്കെ അതത് യൂണിവേഴ്സിറ്റികളാണ് ആ ഒരു കോഴ്സുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് ഫീസും മറ്റും അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റികൾ പോയിട്ട് ചെയ്യേണ്ടി വരും. അതേസമയം ഈ ഒരു ഫറൂഖ് കോളേജ് പോലെ ഓട്ടോണോമസ് ആയിട്ടുള്ള കോളേജുകളിൽ അതത് കോളേജുകളിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നൽകുന്നത്. ഇതാണ് ഓട്ടോണോമസ് കോളേജിൻ്റെ ആ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അത് ഫറൂഖ് കോളേജിലുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ BSc കോഴ്സുണ്ട്, അതുപോലെ തന്നെ BA കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ BBA ഉണ്ട്, അതുപോലെ തന്നെ BSc ഉണ്ട്, BCom ഉണ്ട്, അതുപോലെ തന്നെ BA കോഴ്സുകളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അതായത് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ഭീമമായിട്ടുള്ള ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അതേസമയം ഈ ഒരു സെൽഫ് ഫിനാൻസ് എന്ന് ആ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാതെ ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു കോഴ്സിന് ഫീസ് വരുന്നത് ഏകദേശം, അതായത് സെൽഫ് ഫിനാൻസ് എന്ന് ഇല്ലാതെ ആ ഒരു കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3000 മുതൽ 5000 രൂപ വരെയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഗ്രാൻസ് പോലുള്ള സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഫീസും ഇളവ്, അതായത് ആ ഒരു ഫീസിലും കുറവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സ്ട്രാ ആയിട്ട്, അതായത് അധികമായിട്ട് ഫീസ് വരുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഓരോ സെമസ്റ്ററിലും, സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 6 മാസം വീതം നടത്തുന്ന എക്സാമാണ് സെമസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്, അതായത് ഇൻ്റഗ്രേറ്റഡ് MSc ജിയോളജി കോഴ്സ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് 5 വർഷത്തെ ആ ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ BVOC കോഴ്സ് ഉണ്ട്, അതുപോലെ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ് അത്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഫീസ് തന്നെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അതിന് നല്ലൊരു ഫീസ് തന്നെ വരുന്നതാണ്. അപ്പോൾ MSc BSc BA അതുപോലെ തന്നെ BCom അതുപോലെ BBA ഈ ഒരു കോഴ്സുകളാണ് അതുപോലെ BVOC കോഴ്സുകളാണ് ഈ ഒരു ഫറൂഖ് കോളേജ് പ്രവേശന നടപടികളിലേക്കായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. സെൽഫ് ഫിനാൻസ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു ഫീസ് തന്നെ, അതായത് കൂടുതൽ ഫീസ് തന്നെ വരുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സെൽഫ് ഫിനാൻസ് അല്ലാതെ കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു മെയ് 2-ാം തീയതി മുതലും, അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു മെയ് 31-ാം തീയതി വരെയുമാണ്. അപ്പോൾ മെയ് 31-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റുകളും പ്രസിദ്ധീകരിക്കുന്നത് ജൂണിലും, അതുപോലെ ഇൻ്റർവ്യൂവും ജൂൺ മാസത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. അതുപോലെ രജിസ്ട്രേഷന് മുമ്പായിട്ട് ഇവിടെ പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അവരെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST വിദ്യാർത്ഥികൾക്ക് 175 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് വേണ്ടതെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷിക്കുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ
ആവശ്യമുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റുകളിൽ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകളെക്കുറിച്ചും നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ വാലിഡ് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം കമ്മ്യൂണിറ്റി നാറ്റിവിറ്റി, അതുപോലെ തന്നെ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോസ് 4 എണ്ണം എന്നിങ്ങനെയും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ നിർബന്ധമായിട്ടും ഇൻ്റർവ്യൂ ടൈമിൽ ഹാജരാവണം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത്, അതായത് മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ ആ വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് ഒക്കെ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രോസ്പെക്ടസ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൽ ഈ ഒരു കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസ് കോഴ്സ്, അതായത് ഇവിടെ ഫിനാൻസ് അല്ലെങ്കിൽ SF എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ്. അതിന് നല്ലൊരു ഫീസ് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോഴ്സ് സെലക്ട് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന, അതായത് സെൽഫ് ഫിനാൻസ് അല്ലാത്ത കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസ് കോഴ്സിന് നല്ലൊരു ഫീസ് തന്നെ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കുക എന്നല്ല, നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫ് ഫിനാൻസ് ഫീസ് എത്രയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ആ ഒരു സെൽഫ് ഫിനാൻസ് സെലക്ട് ചെയ്യുക. അല്ലാതെ പോയിട്ട് നേരിട്ട് ആ ഒരു സെൽഫ് ഫിനാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സെമസ്റ്ററിലും നല്ലൊരു പൈസ തന്നെ നിങ്ങൾക്ക് ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സെൽഫ് അല്ലെങ്കിൽ SF എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാതെ സാധാരണ നോർമലായിട്ട് നൽകിയിട്ടുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നോർമലായിട്ട് ബാക്കി SF എന്നൊന്നും പറഞ്ഞുകൊണ്ടില്ലാത്ത കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ MA, MSc കോഴ്സുകൾ, അതുപോലെ MCOM കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. സെൽഫ് ഫിനാൻസ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു തുക ഓരോ സെമസ്റ്ററിലും വരുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറ്റേ ആ ഒരു സെൽഫ് ഫിനാൻസ് അല്ലാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ